പ്രതീക്ഷ ഈ പടികയറി എത്തുന്ന പല ഭക്തരും കുഞ്ഞു മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും ഒക്കെ അവശ നിലയിൽ എത്തുന്നു. പ്രായമായ ആളുകളുമുണ്ട്. അങ്ങനെ ഈ നീണ്ട കാത്തുനിൽപ്പും ഈ 18-ാം പടിക്ക് താഴെയുള്ള തിക്കും തിരക്കും അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു. ഗോകുൽ, തീർച്ചയായും. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് നടപ്പന്തലിലുള്ള ആളുകളൊക്കെ തന്നെ ഈ 18-ാം പടിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. സാധാരണ നടപ്പന്തലിൽ നിന്ന് ഭക്തരെ നിയന്ത്രിച്ചാണ് ഈ 18-ാം പടിയുടെ സമീപത്തേക്ക് വിടുന്നത്. പക്ഷേ ഈ നടയടയ്ക്കാൻ പോകുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കൂട്ടമായി തന്നെ തീർത്ഥാടകർ 18-ാം പടി ഭാഗത്തേക്ക് എത്തിയതാണ് വലിയ ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ചെറിയ കുട്ടികളും പ്രായമായ അമ്മമാരും അടക്കം ഈ കൂട്ടത്തിലുണ്ട്. അവർ മണിക്കൂറുകളോളം ക്യൂ നിന്ന ശേഷമാണ് ഇപ്പോൾ 18-ാം പടിക്ക് താഴെ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം ശബരിമല നട നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് ഈ പ്രതിസന്ധിക്കെല്ലാം കാരണമെന്ന് പറയുന്നുണ്ട്. ഹൈക്കോടതിയെ അറിയിച്ച് ഇനി എന്തെങ്കിലും തരത്തിൽ ഒരു കർശന നിയന്ത്രണം സ്പോട്ട് ബുക്കിംഗിൽ വരുത്താൻ ആലോചനയുണ്ടോ? ആ നിസ്സഹായാവസ്ഥ ADGP പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഭക്തർ വരുമ്പോൾ എങ്ങനെ മടക്കി അയക്കാനാവും? ഈ കാത്തു നിർത്തുക അല്ലെങ്കിൽ നിയന്ത്രിച്ചു വിടുക എന്നതല്ലേ അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരു മാർഗമെന്ന്. ഗോകുൽ, തീർച്ചയായും. കാരണം സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു താൽക്കാലിക പരിഹാരമെങ്കിലും ഉണ്ടാകാൻ കഴിയൂ. കാരണം ഡിസംബർ ആദ്യ വാരം വരെയുള്ള എല്ലാ ദിവസങ്ങളിലെയും വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ ഫുള്ളാണ്. അതുകൊണ്ടാണ് കൂടുതൽ തീർത്ഥാടകരും ഈ സ്പോട്ട് ബുക്കിങ്ങിനെ ആശ്രയിക്കുന്നത്. ഈ ശബരിമല ദർശനത്തിനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരുണ്ട്. അവരൊക്കെ തന്നെ ആശ്രയിക്കുന്നത് സ്പോട്ട് ബുക്കിങ്ങിനെയാണ്. അപ്പോൾ ഈ പമ്പയിലെത്തുന്ന തീർത്ഥാടകരെ മാലയിട്ട് ഇരുമുടിക്കെട്ടേന്തി പമ്പയിലെത്തുന്ന ഒരു തീർത്ഥാടകരെയും മടക്കി അയക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ വരുന്ന തീർത്ഥാടകരെ എല്ലാം സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്ത ഈ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. പക്ഷേ അത് സന്നിധാനത്ത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. കാരണം അത്രത്തോളം തീർത്ഥാടകർ, 20,000 തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചുവെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി തീർത്ഥാടകർ അല്ലാതെ തന്നെ ശബരിമല സന്നിധാനത്ത് എത്തുന്നുണ്ട്. അത് കൃത്യമായൊരു കണക്കുകൂട്ടലുകൾ പോലീസിന് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം തീർത്ഥാടകരെ അവർ പ്രതീക്ഷിച്ചിരുന്നതും ഇല്ല. കാരണം കഴിഞ്ഞ മണ്ഡലകാല തീർത്ഥാടനം വൃശ്ചിക മാസം 1-ാം തീയതി 70,000-ന് താഴെ തീർത്ഥാടകർ മാത്രമാണ് ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നത്. പക്ഷേ ഇത്തവണ 1 ലക്ഷത്തിന് മുകളിലായിരുന്നു തീർത്ഥാടകർ എത്തിയിരുന്നത്. ഇന്ന് 1.25 ലക്ഷത്തോളം തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അത്രത്തോളം തീർത്ഥാടകരുടെ ഒരു ബാഹുല്യം, വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെട്ടതോട് കൂടിയാണ് ഈ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ താളം തെറ്റിയിട്ടുള്ളത്. ഈ തീർത്ഥാടകരൊക്കെ തന്നെ അവിടെ നിന്ന് ഈ ആശയവിനിമയം നടത്തുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടുകളാണ് തീർത്ഥാടകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം അത്രത്തോളം തിരക്ക്, അനങ്ങാൻ പോലും കഴിയാതെ ഉള്ള തിരക്ക് തീർത്ഥാടകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് അനുഭവപ്പെടുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ മണിക്കൂറുകൾ കാത്തുനിന്ന് അയ്യപ്പനെ ദർശനം നടത്താനൊക്കെ തന്നെ തീർത്ഥാടകർ തയ്യാറാണ്. പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യം കൂടി ഒരുക്കണം എന്നതാണ് തീർത്ഥാടകർ പലരും പറയുന്നത്. ഈ സാധാരണ നേരത്തെ തന്നെ ശബരിമലയിൽ മണിക്കൂറുകളോളം 10 മണിക്കൂറിന് മുകളിൽ കാത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു ക്യൂ നീണ്ട സീസണുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറം വലിയ തരത്തിൽ ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ തീർത്ഥാടകർ ബുദ്ധിമുട്ടുന്നു എന്നതാണ് നമുക്ക് ഈ ശബരിമലയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാ ഈ വെള്ളമോ കുടിവെള്ളമോ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതാണ്. ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.